ഗ്ലോബൽ എൻ ക്യാപ്പിന്റെ പുതിയ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ലെസ് ടച്ച് സ്ക്രീൻ ഈസ് ഈക്വൽ ടു മോർ സേഫ്റ്റി എന്നാണ്, അല്ലെങ്കിൽ സേഫ്റ്റി റേറ്റിംഗ് എന്നാണ്. നമുക്കറിയാം ഇപ്പോൾ വരുന്ന കാറുകളിലൊക്കെ ഏറ്റവും കൂടുതൽ ടച്ച് സ്ക്രീൻ ആണ്. കാറുകൾ മാത്രമല്ല, ചെറിയ സ്കൂട്ടേഴ്സ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും അതിലും ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത് ടച്ച് സ്ക്രീൻ ആയിട്ടാണ്. സോ ടച്ച് സ്ക്രീൻ എന്ന് പറയുന്നത് ഫിസിക്കൽ ബട്ടൺ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്ര സേഫർ അല്ല എന്നാണ് ഗ്ലോബൽ എൻ ക്യാപ്പ് പറയുന്നത്. ഗ്ലോബൽ എൻ ക്യാപ്പ് മാത്രമല്ല, എനിക്കും ചില സമയത്ത് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മുടെ വിഷൻ ഇപ്പോൾ ഏറ്റവും റോഡിലിരിക്കുന്ന നമ്മുടെ വിഷൻ പെട്ടെന്ന് ടച്ച് സ്ക്രീനിലേക്ക് ടച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു പോർഷൻ നോക്കിയിട്ട് പോകാറുണ്ട്. അതൊരു ഫിസിക്കൽ ബട്ടൺ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാതെ തന്നെ നമ്മുടെ മെമ്മറിയിൽ തന്നെ നമുക്കത് മനസ്സിലാക്കി നമുക്ക് ആ ഒരു ബട്ടൺ പ്രസ് ചെയ്യാനും അത് എന്താണോ ഫീച്ചർ വേണ്ടത് ആ ഒരു ഫീച്ചറിലേക്ക് ചേഞ്ചസ് ഒക്കെ വരുത്താനായിട്ട് സാധിക്കും. സോ അങ്ങനെ ഈ ഒരു ചേഞ്ചസ് നടത്താനായിട്ട് ടച്ച് സ്ക്രീൻ എന്ന് പറയുന്നത് അത്രയും സിമ്പിൾ അല്ല, അല്ലെങ്കിൽ അത് സേഫ്റ്റിയുടെ ഭാഗത്ത് വരുമ്പോൾ വളരെയധികം പ്രശ്നങ്ങൾ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ടെന്നുള്ള ഒരു സ്റ്റഡി പ്രകാരമാണ് ഗ്ലോബൽ എൻ ക്യാപ്പ് ഈ ഒരു കാര്യമൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഗ്ലോബൽ എൻ ക്യാപ്പ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, അതൊരു സേഫ്റ്റി അസസ്മെന്റ് പ്രോഗ്രാം ആണ്. ബേസിക്കലി ക്രാഷ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തുന്ന ഒരു ടീമാണ് ഗ്ലോബൽ എൻ ക്യാപ്പ് എന്ന് പറയുന്നത്. അപ്പൊ അവരാണ് ഇപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനായിട്ടുള്ളത്? ടച്ച് സ്ക്രീനേക്കാളും ബെറ്റർ ഫിസിക്കൽ ആയിട്ടുള്ള ബട്ടൺസ് അല്ലേ? അതല്ല നമ്മുടെ മെമ്മറിയിൽ പെട്ടെന്ന് നിൽക്കുക, നമുക്കത് റോട്ടിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ നമുക്ക് ഫിസിക്കലി ബട്ടൺ ഒക്കെ മാറ്റാനായിട്ട് സാധിക്കും. സോ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക.